സാജു രാജ്. സാജു നെയ്യാറ്റിൻകര ഏപ്പറ്റിയ ബ്രാഞ്ചിലെ കേഡറ്റാണ്. ഇപ്പോൾ സാജു ഇന്ത്യൻ ആർമി സെലക്ഷനായി നിൽക്കുകയാണ്. നല്ല ഹാർഡ് വർക്കായ കുട്ടിയാണ്. അത് അക്കാഡമിക് ക്ലാസ്സിലായാലും ശരി, PTക്കായാലും ശരി. നമുക്ക് സാജുവുമായിട്ട് അല്പസമയം ചിലവഴിക്കാം. ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്ന സാജു രാജന് AFPTയുടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും അതോടൊപ്പം ഒരു ഉപഹാരവും സമ്മാനിക്കുന്നു. അപ്പം നമ്മളോടൊപ്പം നെയ്യാറ്റിൻകര AFPTയിലെ ഫിസിക്കൽ ട്രെയിനറായ ശ്രീവാസു സാറുണ്ട്. അപ്പം സാർ എങ്ങനെയായിരുന്നു? മിസ്, സാജു വളരെ ടാലൻ്റായ ഒരു കുട്ടിയാണ്. സാജുവിനെ ഞാൻ ഒരു 6 മാസം കൊണ്ടാണ് കാണുന്നത്. സാജു അഡ്മിഷൻ എടുത്തിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ സാജുവിനെ ഞാൻ ഗ്രൗണ്ടിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റും നല്ല ഫിറ്റ്നസ്സും ഉള്ള ഒരു കുട്ടിയാണ്. അതുകൂടാതെ നല്ലൊരു ഹാർഡ് വർക്കറായ കുട്ടിയുമാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇവരുടെ ടാലൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ നോക്കിയായിരുന്നു ഇവരുടെ ടൈമിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ടൈമിംഗ് കുഴപ്പമില്ല, നല്ലോണം ഓടുന്നുണ്ട്. പക്ഷേ 6 മിനിറ്റോളം ഇവരെ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സാജുവിനെ ഇതിനേക്കാളും നല്ല ടൈമിങ്ങിൽ കൊണ്ടെത്തിക്കാം. അതിനുവേണ്ടി ഞാൻ ഇവരെ ഹൈവേ കൊണ്ടുപോവുക, ഹൈവേയിൽ കൊണ്ടുപോയിട്ട് ഓട്ടിക്കുക എന്നുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ രീതി മാറ്റിയെടുത്തു. നമ്മൾ സ്ഥിരമായിട്ട് ട്രെയിനിങ് ചെയ്യുന്നത് നെയ്യാറ്റിൻകര ഗ്രൗണ്ടിലാണ്, മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിലാണ്. അപ്പോൾ അവിടത്തേക്കാളും കുറച്ചും കൂടെ ഇവർക്ക് ടൈമിംഗ് കിട്ടാൻ വേണ്ടി ഞാൻ റോഡിൽ കൊണ്ടുവന്ന് ഓട്ടിക്കുന്ന ഹൈവേയിൽ. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഞാൻ അവിടെ കൊണ്ടുപോയി അവരുടെ ട്രെയിനിങ് ഞാൻ നോക്കിയിടത്തോളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവരുടെ ടൈമിൻ്റെ ഇത് ഡിക്രീസ് ആയി കൊണ്ടുവന്നു. ഡിക്രീസ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-ൽ നിന്ന് ഇനി 5-ലോട്ട് കൊണ്ടുവയ്ക്കുക. എൻ്റെ ഐഡിയ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ 5 മിനിറ്റിൽ ഓട്ടിക്കുക എന്നാണ് എൻ്റെ ഒരു ഐഡിയ. 5 മിനിറ്റിൽ ഓട്ടിച്ച് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് അവിടെ ഇതിന് പോകുമ്പോൾ റാലിക്ക് പോകുമ്പോഴേക്കും ഒരു 5.5 മിനിറ്റിനുള്ളിൽ ഓടിയെത്തുക. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പം സാജു സാറ് പറഞ്ഞ കേട്ടല്ലോ. അപ്പം AFPTയിലെ ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഞാൻ മിക്ക ദിവസവും പോകുമായിരുന്നു. ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് തന്നെ +1 പഠിക്കുന്ന സമയത്താണ് AFPT ഇങ്ങനെ ഒരു ആർമി ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞത് ആർമിയിലോട്ട് കയറണം ആയിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം അങ്ങനെ അറിഞ്ഞിട്ട് അവിടെ ജോയിൻ ചെയ്ത് പിന്നെ എനിക്ക് ലോങ് ആയതുകൊണ്ട് സ്ഥിരം ആദ്യം കുറച്ച് ദിവസം ഒന്നും അങ്ങനെ എന്നും പോകാനും പറ്റില്ല. എന്ന് വെച്ചാൽ പിന്നെയുള്ള ദിവസം ഫുള്ള് ക്ലാസ് കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് AFPTയിൽ വന്നതിന് ശേഷമാണ് ആർമിയെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത്. അതിന് മുമ്പ് എങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്യണം അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. AFPT ചേർന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത്. പിന്നെ രാവിലെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. മകേഷ് സാറാണ് ഫസ്റ്റ് ഞാൻ പോയ സമയത്തുണ്ടായിരുന്നത്. പിന്നെ സാറ് വന്നതിന് ശേഷം നമുക്ക് ആർമിക്കുള്ള ഇതായിരുന്നു. അതിന് മുമ്പായിട്ട് ആദ്യം ഇപ്പം എക്സാം ആയിരുന്നു ഫസ്റ്റ് ടൈം. അപ്പം ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെ അധികം പ്രയോജനപ്പെട്ടു. പിന്നെ സാറിൻ്റെ ട്രെയിനിങ് സാറ് ഹൈവേയിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ നമ്മളെ ഓടിച്ച് ആഴ്ച തോറും നമ്മളെ മിക്ക ദിവസവും കൊണ്ടുപോയി AFPT അവിടെ പോയതിന് ശേഷമാണ് നമ്മളെ കൊണ്ടുപോയി 5 മിനിറ്റിൻ്റെ ആ ഒരു ടൈമിങ് സെറ്റ് ചെയ്ത് നമ്മൾ ഓടും. നമ്മളെ കണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഹാർഡ് വർക്ക് അത് എല്ലാ പിള്ളേർക്കും AFPTയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ എറണാകുളത്ത് വെച്ചായിരുന്നു റാലിക്ക് പോയി ഫിസിക്കൽ മെഡിക്കലെല്ലാം പാസ്സായതിനു ശേഷം ഇങ്ങനെ നിൽക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം എനിക്കുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആർമിയിൽ കയറണം എന്ന് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പം AFPT വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഒത്തിരി സംഭവം ഡിവൈഡ് ചെയ്ത് നമുക്ക് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഗണ്ണർ അങ്ങനെ ഓപ്പറേറ്റർ ആ സെക്ഷൻസും ഉണ്ട്. എനിക്ക് കൂടുതലായിട്ട് ഓഫീസ് വർക്ക്, ഓപ്പറേഷൻ അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ താല്പര്യം. AFPTയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾക്ക് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് ആയിരുന്നാലും ഫിസിക്കലായിരുന്നാലും നമുക്ക് അവിടെ പോയിട്ടായിരുന്നാലും നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കാണും. പിന്നെ NST കമാൻഡോ അതിലോട്ടൊക്കെ പോകാനെന്ന് പറയുമ്പം അതിനുള്ള
ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമുക്ക് സാറ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പം അത് ജോബ് കഴിഞ്ഞ ശേഷമായിരുന്നാലും സർവീസ് പൂർത്തിയായ ശേഷമായിരുന്നാലും ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചും AFPT നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുറേ മോട്ടിവേഷൻ ഏൽപ്പിച്ച് നിനക്ക് നല്ല മോട്ടിവേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫിസിക്കലി ഫിറ്റായത് എന്ന് പറയുന്നത് AFPT ട്രെയിനിങ് കൊണ്ട് മാത്രം. സാജുവിന്റെ ഫാമിലിയിൽ ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ്. അമ്മയുടെ പേരെന്താണ്? ശാന്തയാണ്. ശാന്ത. അമ്മ ഹൗസ് വൈഫാണോ? ഓക്കെ. അച്ഛൻ എവിടാ ജോലിക്ക് പോയേക്കുന്നത്? കൊട്ടാരക്കരയാണ്. എന്ത് ജോലിയാണ്? ടാപ്പിംഗ് ജോലിയാണ്. ഓക്കെ. അപ്പം സാജു ഇപ്പോൾ ഒരു നല്ല പൊസിഷനിൽ എത്തിയേക്കാണ്. അമ്മയ്ക്കുള്ള എന്തായാലും അമ്മ ഓൾറെഡി സന്തോഷമായിരിക്കുമല്ലോ. അപ്പം എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? അവന് മുമ്പേ ഇതിനു വേണ്ടിയാണ് അവന് ഇഷ്ടം. ഈ ജോലി അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സാറ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസ് കട്ട് ചെയ്തിരുന്നാലും വരണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അങ്ങനെയൊക്കെ പോകുമായിരുന്നു. നല്ല സന്തോഷമായല്ലേ അവൻ ഈ ഒരു പൊസിഷനിൽ വന്നതുകൊണ്ട്? സാറിന്റെ ഹെൽപ്പ് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ മടിച്ചിരുന്നിരുന്നാലും വിളിക്കുമ്പോൾ പിന്നെ അങ്ങനെ പോകുമായിരുന്നു. മടി മാറ്റിയെടുത്തിട്ടുണ്ട് ഞങ്ങൾ, അങ്ങനെയൊന്നുമില്ല. മടിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അവസാനം ക്രമേണ കറക്റ്റായിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ട്. നിങ്ങൾ ആർമിയിലേക്ക് ഒരു ജോബാണ് നോക്കണമെങ്കിൽ AFPT ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അവിടുത്തെ ട്രെയിനിങ്ങും ക്ലാസ്സും കൊണ്ട് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കും.